ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ദ പാഷനേറ്റ് ലേഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി അഡാർ വീഡിയോ ആയിട്ടാണ്. ഒരു സ്റ്റേക്കേഷൻ വീഡിയോ ആണ്. വേറെ എവിടെയല്ല, നമ്മളുടെ അനന്തപുരി, നമ്മളുടെ ട്രിവാൻഡ്രത്ത്, കറക്റ്റ് നമ്മുടെ ലുലു മോൾ ഇരിക്കുന്നതിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന നമ്മളെ 5 സ്റ്റാർ ഹോട്ടലായ ഓബൈ താമരയിലായിരുന്നു സ്റ്റേക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങളും എക്സൈറ്റഡ് ആണ് കാണാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും ഒരു വാം വെൽക്കം എൻ്റെ സ്റ്റേക്കേഷൻ വീഡിയോയിലോട്ട്. നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഫുള്ളും കാണാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റൂ. ഓക്കെ. ഓബൈ താമര ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഒരു വുമൺ ഓൺട്രപ്രണറിൻ്റെതാണ്. ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോഴൊക്കെയല്ലേ നമുക്കും ഓരോ മോട്ടിവേഷൻ വരത്തുള്ളൂ. ഓക്കെ. ഇതെന്ന് പറയുന്നത് അവരുടെ റിസപ്ഷൻ ഹാളാണ്. ഒരു സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹോളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആംബിയൻസ്. അതുപോലെ തന്നെ സൈഡിൽ വാട്ടർ ഫൗണ്ടെയിൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വാട്ടർ ഫൗണ്ടെയിൻസ് ആയിരുന്നു. അവൾ കുറേ നേരം അതും നോക്കി ഇരിപ്പുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് ഹാളിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ കുറച്ച് ഗൂഗിൾ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, വീഡിയോസ് അല്ല, ഫോട്ടോസ്. കാര്യം ഇവിടെ നമ്മൾ പബ്ലിസിറ്റി ആഗ്രഹിച്ചല്ലല്ലോ ഇവിടെ വരുന്നത്. നമ്മളൊരു പ്രൈവറ്റ് ടൈം അല്ലേ, ആ പ്രൈവസി. എനിക്കിപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതുകൊണ്ട് ഞാൻ വീഡിയോസുകൾ എടുക്കാറുണ്ട്. പക്ഷെ അതുപോലെയല്ല ബാക്കിയുള്ളവർ അവിടെ വരുന്നത്. അതുകൊണ്ട് അവരുടെ പ്രൈവസി നോക്കുക എന്നുള്ളത് എൻ്റെയും ബാധ്യതയാണ്. മീൻസ് എൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗൂഗിളിൽ നിന്ന് ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്ത്. കാര്യം മാക്സിമം പബ്ലിക് ആയിട്ടുള്ള പ്ലേസിൽ ആൾക്കാരുള്ളപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ കാർഡ് ലോക്കാണ്. അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും റൂം അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും കാർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇപ്പം മിക്ക ഹോട്ടൽസിലും കാർഡ് തന്നെയാണ്. അതിനുശേഷം നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ അവർ ലഗേജ് നമ്മളെ റൂമിലോട്ട് എത്തിച്ചു തരും. അപ്പോൾ നമുക്ക് വലിയ ലഗേജ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ കൊണ്ടുപോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടായിരുന്നു. ഒരു സൈഡ് നമ്മളുടെ പൂൾ വ്യൂവും ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്ന കുറച്ച് ബിൽഡിങ്സും ചെപ്പും അതുപോലെ തന്നെ മലകളും ഒക്കെയുള്ളൊരു വ്യൂ ആയിരുന്നു. രണ്ട് വ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെ എക്സൈറ്റ്മെന്റ് തോന്നിച്ചൊരു സ്ഥലം കൂടിയാണ് അത്. നല്ല കാറ്റും നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ റൂം നമ്പർ 17, 16 ആയിരുന്നു. റൂമിന് വെളിയിലായിട്ടൊരു നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ബേസ് ചെയ്തിട്ടൊരു പിക്ചർ വെച്ചിട്ടുണ്ടായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലേ, അതായത് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ട്രിവാൻഡ്രത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ടല്ലോ, ആ സ്പോട്ടുകളായിരുന്നു അവരുടെ ആ ത്രൂ ഔട്ട് ഒബൈ താമരയിലുള്ള ഫ്രെയിംസുകൾ എന്ന് വെച്ചിരിക്കുന്നത്. അതിൽ പെൻസിൽ സ്കെച്ച് പോലെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ അവിടെയുള്ള ഡെക്കറേഷൻ പരിപാടി ഇതുപോലെ ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ്. പിന്നെ ആയുർവേദത്തിൻ്റെ ഇത് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ സാരിയാണ് അന്ന് ഉടുത്തിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ, ഉടുത്തത് ശരിയായോ, എനിക്ക് സാരി ചേരുന്നുണ്ടോ എല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ എങ്ങനെ, ഞാൻ ഉടുത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബാക്കിയുള്ളവർ എന്നെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ, അതായത് ഞാൻ ഉടുത്തപ്പോൾ ശരിയായോ എന്നൊക്കെ ബാക്കിയുള്ളവർക്കൊരു അഭിപ്രായം കാണുമല്ലോ, അതറിയാൻ വേണ്ടിയിട്ടാണ്. കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ റൂമിലോട്ട് കയറി. റൂം എന്ന് പറയുന്നത് ഞാനൊരു ഇതിപ്പം എൻ്റെ 4-മത്തെ 5-മത്തെ ഒരു സ്റ്റേക്കേഷനാണ്. ഈ 4-5 സ്റ്റേക്കേഷനിൽ ആദ്യമായിട്ടാണ് ഞാൻ 5 സ്റ്റാർ ഹോട്ടലിലോട്ട് വരുന്നത്. നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ ആണെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ്, ഓബൈ താമര 5 സ്റ്റാർ ഹോട്ടൽ എന്തൊക്കെയാണ് അതിനകത്ത് എന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആക്ച്വലി ഓബൈ താമര എന്ന് പറയുന്നത് ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ കോൺഫറൻസ്, ഫങ്ഷൻസ്, അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് അതിനകം എന്താണ് ഒരു എക്സൈറ്റ്മെന്റ് കാണുമല്ലോ, 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെ ജസ്റ്റ് വന്ന് കാണാമെന്നുള്ളതേ ഉള്ളൂ. കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് പീപ്പിൾസിന്, കോൺഫറൻസ്, ഫങ്ഷൻസ് ഇതൊക്കെയാണ്. പിന്നെ അതിനകത്ത് പോയപ്പോൾ റൂം എന്ന് പറയുന്നത്
ചെറിയൊരു റൂമാണ്. ബാൽക്കണി ഇല്ല. ബാൽക്കണിക്ക് പകരം ആ ഒരു വാൾ ഫുള്ളായിട്ട് അവർ ഗ്ലാസ് വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈവസിക്ക് വേണ്ടിയിട്ട് കേർട്ടൻസും ഉണ്ട്. നമുക്ക് കേർട്ടൻസ് ഓപ്പൺ ചെയ്തിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാവുന്നതാണ്. പിന്നെ ഒരു മിനി ബാർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3 ആപ്പിളോ മാംഗോ എന്തോ ജ്യൂസ് ആയിരുന്നു. ഈ മിനി ബാർ ആക്ച്വലി അവരുടെ ഒരു ബിസിനസ് ട്രിക്കാണ്. സാധാരണ നമ്മൾ ഹോട്ടൽസിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഡിസ്പോസിബിൾ ആയിട്ടുള്ള കവേഴ്സിലൊക്കെ വെച്ചിട്ടുണ്ട്. കോമ്പ്, ഷേവിങ് സെറ്റ്, എന്താണ് ദന്തൽ കിറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം. അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ മിനി ബാർ അവർ വെച്ചിരിക്കുന്നതിൽ ഒരു 6-7 സംഭവങ്ങളുണ്ട്. അതിന് ഓരോത്തിനും ഉള്ള റേറ്റ് കറക്റ്റ് സൈഡിലായിട്ട് ഒരു കാർഡ് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ അവിടെ നിന്ന് മിനി ബാർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, റൂമിൽ നിന്ന് മിനി ബാർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പേ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ പോകുന്നവരെ അതൊന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ നമ്മൾ മിനി ബാറിൽ നിന്ന് നമുക്ക് മിനി ബാറിൽ വെച്ചിരിക്കുന്ന നമ്മൾ നാടൻ സാധനങ്ങളാണ്. ചക്ക വരട്ട്, സോറി, ബനാന ചിപ്സ്, ശർക്കര വരട്ടി, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ കഴിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഇവിടെ വന്ന് ഇത്രയും വില കൂടി വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ കോഫി, ടീ, ഇതെല്ലാം ഗ്രീൻ ടീ, ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അതിന് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം പക്ഷേ എനിക്ക് ആ മിനി ബാർ സെറ്റപ്പ് ഒന്നീ അവർ ഫ്രീ ആയിട്ട് തന്നെ അതിൻ്റെയും കൂടെ ക്യാഷ് എടുത്തിട്ട് നമ്മൾ ഓൾറെഡി പേ ചെയ്യുമല്ലോ, ബുക്ക് ചെയ്യുമല്ലോ, റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അത് ബാക്കിയുള്ളത് എടുക്കും പോലെ വെച്ചിരിക്കണമായിരുന്നു. എനിക്കതെന്തോ ഒരു നെഗറ്റീവായിട്ട് തോന്നി. കാര്യം ചിലരത് ശ്രദ്ധിക്കില്ല. വന്ന് പൊട്ടിച്ച് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ യൂസ് ചെയ്ത് നമ്മളിത് പൈസ എടുക്കുമല്ലോ. പിന്നെ അത് മാത്രമല്ല, അത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് നമ്മൾ പൈസ കൊടുക്കണം. അതല്ല, നമ്മൾ പലരായിട്ടാണ് ആ റൂമിൽ വന്ന് പോകുന്നത്. അപ്പോൾ ആ ഒരു ഹൈജീൻ എല്ലാവരും പലരും വന്ന് പിടിച്ച് നോക്കി എടുക്കുകയൊക്കെ ചെയ്യുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ എന്തോ ആട്ടെ, ഞാൻ അത് വിട്ടു. അപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ റൂം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ട് എനിക്ക് തോന്നി. പിന്നെ അവിടുത്തെ സ്ഥലപരിമിതിയും കൂടെ നോക്കിയിട്ടാണ് അങ്ങനെ ചെറിയ റൂം അവർ വെച്ചിരിക്കുന്നത്. 3 ടൈപ്പ് റൂമാണുള്ളത്. അതിൽ ഡ്യൂലക്സ് ആണ് നമ്മൾ എടുത്തത്. പിന്നെ ഒരു കാര്യം തോന്നിയത്, 5 സ്റ്റാറിൻ്റെ എല്ലാ സ്റ്റാൻഡേർഡും അവർ ആ റൂമിൽ ഓരോ മുക്കിലും മൂലയിലും, റൂമിലെന്നല്ല ഓബൈ താമരേൻ്റെ ഏതൊരു ഭാഗത്ത് നോക്കിയാലും നമുക്ക് കാണാം. റൂമിലെന്ന് പറയട്ടെ, A to Z ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഉപ്പ്, പച്ചക്കറി, അങ്ങനത്തെ കാര്യങ്ങളല്ല കേട്ടോ. നമ്മളൊരു സ്റ്റേക്കേഷന് വരുമ്പോഴത്തേക്കും എന്തെല്ലാം കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഒരു സോറി, നമ്മുടെ സൂചി, നൂല്, ബട്ടൺസ് വരെ അവർ ആ കബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നമുക്ക് ബട്ടൺസ് ഒക്കെ പൊട്ടിപ്പോയാലോ എന്നുള്ള ഇതിൽ. അതേപോലെ അയൺ ബോക്സ് മിക്കയിടത്തും എന്താണ്, ലോണ്ട്രീൻ്റെ കൂടെ പോണ അയൺ ബോക്സ് അയൺ ചെയ്യുക, അതൊക്കെ സെപ്പറേറ്റ് ആണ് വരുന്നത്. പക്ഷെ അവിടെ ഒരു അയൺ ബോക്സും വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ഒരു A to Z, റൂം കുഞ്ഞാണെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷം തോന്നി. പിന്നെ ബാത്റൂം ആയാലും ഒരുപാട് വലിയ ബാത്റൂം ഒന്നുമല്ല, എന്നാൽ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സാനിറ്ററി ബാഗ് വരെ, എല്ലായിടത്തും സാനിറ്ററി ബാഗ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോയെടുത്ത്. പക്ഷെ ഇവിടെ അതുവരെ നോക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാംപൂ, സോപ്പ് വാഷ്, ഹാൻഡ് വാഷ്, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, ബോഡി ലോഷൻ, എല്ലാം എല്ലാം ഉണ്ട് അതിനകത്ത്. നമ്മൾ എക്സ്ട്രാ ആയിട്ടൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ ഹെയർ ഡ്രയർ ഓൾറെഡി മിക്ക അത്യാവശ്യം നല്ല ഹോട്ടൽസിലും കാണുന്നതാണ്. 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽസിൽ കാണുന്നതാണ്. അപ്പോൾ അതെല്ലാം പിന്നെ എല്ലാം വെച്ചിരിക്കുന്ന എല്ലാം പക്ക നീറ്റായിട്ട് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമാവും. പിന്നെ എനിക്ക് റൂമിലൊരു നെഗറ്റീവ് തോന്നിയ, സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ, ആ മിനി ബാർ മാത്രമായിരുന്നു. ബാക്കിയെല്ലാം പക്കയാണ്. പിന്നെ ഒരു ഓഫീസ് ടേബിൾ ആൻഡ് ചെയർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓഫീസ് വർക്കോ അല്ലെങ്കിൽ സ്റ്റഡിയോ എന്ത് എങ്ങനെയായാലും വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ബാത്റൂം ഞാൻ A to Z നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ്. ബാക്കി എല്ലാ ഹോട്ടലിലും കിട്ടുന്ന പോലെ ഷേവിങ് സെറ്റ്, ദന്തൽ കിറ്റ്, അതുപോലെ തന്നെ കോമ്പ്, സാനിറ്ററി ബാഗ്, ഹെയർ ക്യാപ്പ്, അങ്ങനെ എല്ലാം എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇയർബഡ്സ്, നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനുള്ളത്, അത് വരെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ
ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തു. ഞാൻ ഒരു 100 വട്ടം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അതിനുശേഷം നമ്മൾ കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്തിട്ട് ലുലുവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മൾ ഒബൈ താമരയുടെ വീഡിയോ മാത്രമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ കണ്ടിന്യൂസ് സംസാരിക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു അതിന്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് വീക്കായി പോകുന്നുണ്ട്. അപ്പൊ പിന്നെ നൈറ്റ് വ്യൂ ആണ്. നൈറ്റ് വ്യൂവിന് മുമ്പ് തന്നെ നമ്മൾ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു 4 മണി 4:30 സമയമൊക്കെ ആയപ്പോൾ നമ്മൾ ആ പൂൾ വ്യൂ, അവരുടെ പിന്നെ ഉള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് പൂളാണ്. അപ്പോൾ പൂളിന് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പൂളിൻ്റെ അവിടെ അത്യാവശ്യം വലിയൊരു പൂള് തന്നെയായിരുന്നു. പക്ഷേ ആഴം കുറവാണ്. 4 ഫീറ്റ് ആണ് പൂളിൻ്റെ ആഴം എന്ന് പറയുന്നത്. പിന്നെ അവിടെ ചിൽഡ്രൻസ് പൂളില്ല, പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പൂളില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ പൂളിൽ ഇറക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം റിസ്കിൽ നമ്മൾ ചെയ്യണം. പിന്നെ പൂളിൽ ഇറങ്ങുന്നെങ്കിൽ മസ്റ്റായിട്ട് സ്വിമ്മിങ് സ്യൂട്ട് അല്ലെങ്കിൽ സ്വിമ്മിങ് ഡ്രസ്സ് മസ്റ്റാണ് അവിടെ. പിന്നെ പൂളിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ ഈ കഫേ അല്ല, നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. മുകളിൽ റെസ്റ്റോറൻറ്റ് പ്ലസ് ബാറും ഉണ്ട്. താഴെ ഈ പൂളിന് ചേർന്നായിട്ട് ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അവർ സെറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വ്യൂകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് മാത്രമല്ല, റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തും ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ടാണ് ആ പുറമേ അറേഞ്ച്മെൻറ്റ്സ് വെച്ചിട്ടുള്ളത്. പിന്നെ അവിടെ ഈവനിങ്ങിൽ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു റിസപ്ഷൻ എന്തോ ഉണ്ടായിരുന്നെന്ന് തോന്നി. അവിടെ ആ പൂൾ സൈഡിലായിട്ട് അവർ കസേര, ചെയറും ടേബിളും ഒക്കെ ആ രീതിയിൽ റിസപ്ഷൻ്റെ അല്ല, മീൻസ് ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇവരുടെ ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. വെറൈറ്റി എന്ന് വെച്ചാൽ വെറൈറ്റി, ക്വാളിറ്റി, ഇത് രണ്ടും അവർ ഒരു 5 സ്റ്റാർ ഹോട്ടലായിട്ട് അവരത് നോക്കി. 5 സ്റ്റാർ ഹോട്ടലാകുമ്പോൾ അത് ശ്രദ്ധിക്കണം, അവരത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഫുഡ് വെറൈറ്റീൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. നല്ല ഫുഡ് വെറൈറ്റീസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. അതിൻ്റെ ഫുഡിൻ്റെ പിക്ചേഴ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാര്യം നമ്മൾ കഴിക്കാൻ പോയപ്പോഴും അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആ സമയത്തൊന്നും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, വെറൈറ്റി എന്ന് വെച്ചാൽ തേൻ പോലും പലതരത്തിലുള്ള തേൻ വരെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ആലോചിക്കാമല്ലോ എന്തുമാത്രം വെറൈറ്റി ഉണ്ടായിരുന്നു എന്ന്. കപ്പ, എല്ലാം ഉണ്ടായിരുന്നു. ഇനി എന്താണ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഇനി എന്തുണ്ട് എന്ന് ഡൗട്ടായിപ്പോ. അത്രമാത്രം വെറൈറ്റി ഫുഡായിരുന്നു. എല്ലാ ക്വാളിറ്റിയും സൂപ്പർ ക്വാളിറ്റി ആയിരുന്നു അവർ തന്നിരുന്നത്. അപ്പോൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. കാര്യം അത്ര സൂപ്പർബായിരുന്നു. ഫുഡും എല്ലാം സൂപ്പർബാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.